ഞാൻ ആർട്ടിസ്റ്റ് കരുൺ കുര്യാത്തി. ഞാൻ വരച്ച എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛൻ്റെ ചിത്രമാണ്. ആദ്യമായി ഞാനതിനെ സ്കെച്ച് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. 2B പെൻസിൽ കൊണ്ട് ആണ് ഞാൻ സ്കെച്ച് ചെയ്തത്. അതോടൊപ്പം ഞാൻ ഉപയോഗിക്കുന്ന പെയിൻറ്റിങ് അക്രലിക് കളറാണ്. അക്രലിക് കളർ ഉപയോഗിച്ചാണ് ഈ പടം ഞാൻ ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് ഉണങ്ങുന്ന ഒരു മീഡിയം ആയതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് ചെയ്താലേ ഈ പടം ഫിനിഷ് ചെയ്യാൻ കഴിയുള്ളൂ. അക്രലിക് കളറിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വേഗത്തിൽ തന്നെ വർക്ക് ചെയ്യണമെന്നുള്ളതാണ്. പിന്നെ ഓയിൽ പെയിൻറ്റ് ചെയ്യുന്നത് പോലെയുള്ള ഫിനിഷിങ് നമുക്കിതിൽ കിട്ടും. പക്ഷേ വളരെ വേഗത്തിലായിരിക്കണം വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രം. ഈ വീഡിയോ മുഴുവനായും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയച്ചു കൊടുക്കുക, അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെടുക. ഇത് കാണുന്ന എല്ലാ പേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു. നിങ്ങൾക്ക് നല്ല ഒരു ചിത്രകല ആസ്വാദകനും ചിത്രകാരനും ആകാനുള്ള കഴിവുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അക്രലിക് കളറിന് വേണമെങ്കിൽ അത് മിക്സ് ചെയ്യാനായി അതിൻ്റെ റിട്ടാർഡർ ഉപയോഗിക്കാം. പെട്ടെന്ന് ഉണങ്ങുന്നത് ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയും. ഞാൻ ബോർഡറിന് വേണ്ടി വൈറ്റ് മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അതിൽ ബാക്ക്ഗ്രൗണ്ട് കളറിട്ടപ്പോൾ അതിൻ്റെ പുറത്തേക്ക് കയറിയിട്ടുണ്ട്. പക്ഷെ അത് ഫിനിഷിങ്ങിൽ ആ ടേപ്പ് റിലീസ് ചെയ്യുമ്പോൾ വ്യക്തമായി ബോർഡറായിട്ട് കാണാവുന്നതാണ്. പിന്നെ ഈ ചിത്രം ത്തിൻ്റെ ഫോട്ടോ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് അവസാനം അതിൻ്റെ ചിത്രം ഒന്നുകൂടെ കാണിക്കാം. ആ ചിത്രം നോക്കിയാണ് ഞാൻ വരയ്ക്കുന്നത്. ആ ചിത്രത്തിൻ്റെ കളറിലുള്ള ഒരു പടം തന്നെ, പാസ്പോർട്ട് സൈസ് പടം തന്നെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അത് നോക്കിയാണ് ഞാൻ ചെയ്തത്. പിന്നെ ഇതിന് പ്രധാനമായിട്ട് മുടി വെളുത്ത നിറമാണ് കൂടുതലുള്ളത്. ഞാൻ കുറച്ചൊക്കെ അതിനെ കറുപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും കറുപ്പിക്കല്ല, ഒറിജിനൽ പടം പോലെ ആകണ്ടേ, അതിനുവേണ്ടി ഞാൻ മാക്സിമം കുറച്ചാണ് ചെയ്തത്. എന്നിട്ട് ഫിനിഷ് ചെയ്തപ്പോൾ ഏകദേശം ഇങ്ങനെയാണ് പടം വന്നത്. അതിൻ്റെ ഒറിജിനൽ ചിത്രം ഞാനിവിടെ അടുത്ത് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ ഞാൻ കാണിച്ച അവർ അയച്ചു തന്ന പടവും ഞാൻ വരച്ച ചിത്രവുമായി കമ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് വിലയിരുത്തുക. നിങ്ങളുടെ കമൻസുകൾ എന്നെ അറിയിക്കുക. ഈ ചിത്രരചന കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു.